ആകാശിക് റെക്കോർഡിങ്സ് ഉം. അതൊരു ഗിഫ്റ്റഡ് റീഡിംഗ് ആണ്. ഉം. 80,000-ഓളം നമുക്ക് ജന്മങ്ങൾ ഉം. മനുഷ്യനായി പിറക്കുന്നതിന് മുമ്പുണ്ട്. നമ്മൾ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ഒരു ഹിപ്നോതെറപ്പിയിലൂടെയൊക്കെ ചെയ്യുമ്പോൾ അതിൽ ഈ സബ് കോൺഷ്യസ് അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവന്ന് ആ വ്യക്തിയെ കൊണ്ട് തന്നെ നമ്മൾ പറയിപ്പിക്കുന്നു പോലെയാണ് എടുക്കുന്നത്. ശുക്രൻ ഇപ്പൊ കേതുവായിട്ട് നിന്നാൽ എന്താണ് എന്ന് അറിയില്ല, കാര്യം അത് ആസ്ട്രോളജിക്കൽ ഭാഷയാണ്. ഓക്കെ, അങ്ങനെ ശാപമുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ എന്താണ് അതെ. എന്ന് ചോദിക്കുന്നവരാണ് ക്ലിയർ ചെയ്ത് കർമ്മ കുറയ്ക്കാനും അതുപോലെ നല്ല കർമ്മം കൂട്ടാനും. ഇതാണ് ഒരു സോളിന്റെ ഓരോ ജന്മത്തിലെയും ഒരു എക്സ്പെരിമെന്റേഷൻ. ഓരോ വ്യക്തികൾ വിവാഹം കഴിയുന്നത് അവര് വിചാരിക്കുക അവര് മാനിഫെസ്റ്റ് ചെയ്തു എന്ന്. എവിടെയോ ഇരുന്ന് അവരുടെ മക്കളായിട്ട് ജനിക്കാൻ പോകുന്ന ആത്മാവിന്റെ പ്രാർത്ഥനയും സെലക്ഷനും ഉണ്ടെന്ന് പറഞ്ഞാലോ. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിന്റെ വഴികളിൽ വെളിച്ചം നൽകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ആത്മീയ ജ്യോതിഷയാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ആസ്ട്രോളജറും ടാരറ്റ് കാർഡ് റീഡറുമായ ശില്പ നായരാണുള്ളത്. മാഡം നമസ്കാരം. നമസ്കാരം. ആകാശിക് റെക്കോർഡിങ്സ്, അതെ, ഇത് പാസ്റ്റ് ലൈഫുമായിട്ടും അല്ലെങ്കിൽ കർമ്മയുമായിട്ടൊക്കെ വളരെ അടുത്ത് നിൽക്കുന്നതാണ് ഈ ഒരു വാക്ക്. ഇത് ടാരറ്റ് കാർഡിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാണ് നമുക്ക് അതിൽ റീഡിങ്സ് കിട്ടുക, അല്ലെങ്കിൽ ഒരാൾക്ക് എങ്ങനെയാണ് അതിനൊരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റുക? ആകാശിക് റെക്കോർഡിങ്സ് അതൊരു ഗിഫ്റ്റഡ് റീഡിംഗ് ആണ്. അതായത് ഇൻറ്റ്യൂട്ടീവായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു റീഡിംഗ് ആണ്. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഗിഫ്റ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നെനിക്കറിയില്ല. നമുക്ക് പഠിച്ചെടുക്കാം. ഒബ്വിയസ്ലി നമുക്ക് ടാരോയിലൂടെ പഠിച്ചെടുക്കാം നമ്മൾ എങ്ങനെ പാസ്റ്റ് റീഡ് ചെയ്യാം. അപ്പം അതിനു മുമ്പ് എന്താണ് ആകാശിക് റെക്കോർഡിംഗ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതെ, നമ്മളൊരു ആത്മാവ് എന്ന നിലയിൽ അനേകം ജന്മങ്ങൾ എടുത്തതിന് ശേഷമാണ് ഒരു മനുഷ്യ ജന്മത്തിലേക്ക് വരുന്നത്. അതെ, അതായത് 80,000-ഓളം നമുക്ക് ജന്മങ്ങൾ മനുഷ്യനായി പിറക്കുന്നതിന് മുമ്പുണ്ട്. നമ്മളൊരു പായലായി തുടങ്ങുന്നു, അല്ലെങ്കിൽ ഒരു പൂപ്പലായി, അമീബയായി, അല്ലെ? നമുക്കറിയാം ഏറ്റവും ചെറിയ ഒരു കോംപ്ലക്സിറ്റി ഏറ്റവും കുറഞ്ഞ ഒരു ജീവി. അതെ. അപ്പൊ അവിടുന്ന് മരമായി, മൃഗങ്ങളായി പല കാലഘട്ടത്തിലൂടെ നമ്മുടെ ആത്മാവ് കടന്നു പോകുന്നുണ്ട്. ആ കോംപ്ലക്സിറ്റിയിലേക്ക് എത്താൻ, ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് എത്താൻ. ഏത് ഫ്രീക്വൻസിയാണ്? മനുഷ്യൻ എന്ന തലത്തിൽ ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഫ്രീക്വൻസിയിലേക്ക്. അപ്പൊ നമ്മൾ ഇത്രയും ജന്മങ്ങളിലൂടെ കടന്നുപോയി ആദ്യമായി ഒരു മനുഷ്യ ജന്മം കിട്ടിയത് മുതൽ ഞാൻ എപ്പോഴും പറയും, നമുക്കൊരു 4 ലക്ഷത്തോളം ജന്മങ്ങൾ മിനിമം ഉണ്ട് എന്നതാണ് ഒരു കണക്ക്. നമ്മുടെ ആത്മാവിന് മോക്ഷം കിട്ടാൻ നമ്മൾ പറയും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഫോഴ്സിന് എക്സ്പയറി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ആസ്ട്രോളജിയിലാണെങ്കിലും ടാരോയിലാണെങ്കിലും നമ്മുടെ ഈ വന്ന വഴികളുണ്ട്. അപ്പൊ ആ വന്ന വഴികൾ എന്ന് പറയുമ്പോൾ നമ്മൾ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ഒരു ഹിപ്നോതെറപ്പിയിലൂടെയൊക്കെ ചെയ്യുമ്പോൾ അതിൽ ഈ സബ് കോൺഷ്യസ് അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവന്ന് ആ വ്യക്തിയെ കൊണ്ട് തന്നെ നമ്മൾ പറയിപ്പിക്കുന്നു പോലെയാണ് എടുക്കുന്നത്. നമ്മൾ പാസ്റ്റ് ലൈഫ് റീഡിങ്ങിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഈ സോ കോൾഡ് ആകാശിക് റെക്കോർഡ്സ് നമ്മളുടെ പാസ്റ്റ് കർമ്മകൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് ആക്സസ് വരുമ്പോൾ, ഒരു വ്യക്തിയുടെ ഓറ നമുക്ക് വരുമ്പോൾ, ഒരു വ്യക്തിയുടെ ബർത്ത് ചാർട്ട് കയ്യിൽ കിട്ടുമ്പോൾ ഒക്കെ നമ്മുടെ ഉള്ളിൽ ഒരു കണക്ഷൻ ആ ഒരു സോളുമായിട്ട് വരികയാണ്. എനിക്ക് ബേസിക്കലി അങ്ങനെ ഒരു ഇൻറ്റ്യൂട്ടീവ്, അതെൻ്റെ ഒരു സ്കില്ലായിരിക്കാം. അതെനിക്ക് തോന്നാറുണ്ട് കുറേ ഏറെ കാര്യങ്ങൾ. ഇതിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങിന് വേണ്ടി നമ്മൾ ആസ്ട്രോളജി ബർത്ത് ചാർട്ട് നോക്കാറുണ്ട്. അപ്പോൾ ആ വ്യക്തിയുടെ പാസ്റ്റ് ലൈഫിൽ എന്ത് കൊണ്ടുവന്നു, അതിൻ്റെ കുറച്ചും കൂടെ ഒരു കഥാരൂപത്തിൽ ആൾക്കാർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ ഇതെങ്ങനെ പറഞ്ഞു കൊടുക്കാം എന്നുള്ള ക്ലാരിറ്റിക്ക് എനിക്ക് ടാരോ കാർഡ്സ് സഹായിക്കാറുണ്ടെന്ന്. കാര്യം ആസ്ട്രോളജിയിൽ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പം നിങ്ങളുടെ ശുക്രൻ മൗഢ്യത്തിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ശുക്രൻ എക്ലിപ്സ്ഡ് ആണ്, കേതുവുമായിട്ട് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രൻ ഇപ്പം കേതുവുമായിട്ട് നിന്നാൽ എന്താണ് എന്ന് അറിയില്ല, കാര്യം അത് ആസ്ട്രോളജിക്കൽ ഭാഷയാണ്. അപ്പം അവിടെ ഒരു സ്ത്രീയുടെ ഒരു ശാപമുണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് അങ്ങനെ പറയുമ്പോൾ പോലും ഓക്കെ, അങ്ങനെ ശാപമുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ എന്താണ് എന്ന് ചോദിക്കുന്നവരാണ്. അപ്പൊ നമുക്കിത് എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു? നമുക്ക് സെൽഫ് ലവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രൂ ലവ് എക്സ്പീരിയൻസ് ചെയ്യാൻ
ബുദ്ധിമുട്ടുണ്ടാവുന്നു. ഉം, ഉം, ഉം. അത്രയും സിമ്പിളായിട്ട് ഒരു ടാരോയിലൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് കണക്റ്റ് ആയി. അതെ. അപ്പം നിങ്ങൾക്ക് റിലേഷൻഷിപ്സിൽ ഇഷ്യൂസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഉം, ഉം. കാർമിക് ആയിട്ടുള്ള സോൾമേറ്റ്സിനെ, ടോക്സിക് ആയിട്ടുള്ള സോൾമേറ്റ്സിനെ ഉം. റിലേഷൻഷിപ്പിൽ നിങ്ങൾ അട്രാക്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് അവിടെ ഉറപ്പായിട്ട് പറഞ്ഞു മനസ്സിലാക്കാം. അപ്പോൾ അന്നേരം ഒരു സംശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഇപ്പോൾ പേരൻസിൻ്റെ അതേ ഒരു പാറ്റേണിൽ അതെ, ചിൽഡ്രൻ അവരുടെ കിഡ്സിന്, മക്കൾക്കൊക്കെ അതേ പാറ്റേണിലുള്ള ഒരു ലൈഫ് കിട്ടുക എന്നുള്ളത്. റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പും ആയിക്കോട്ടെ, അല്ല അവരുടെ മറ്റുള്ള ജീവിത രീതികളായിക്കോട്ടെ, ഇതെല്ലാം അതേ രീതിയിൽ ഒരു വ്യത്യാസവും ഇല്ലാണ്ട് അതേ പാറ്റേണിൽ വരാറുണ്ട്. അതാണ് പാറ്റേൺ റെക്കഗ്നീഷൻ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത. അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്ന് പറഞ്ഞുതരാം. നമ്മൾ ആസ് എ സോൾ, ഇപ്പം എലിസബത്ത് ഒരു സോളായിട്ടിരിക്കുമ്പോൾ ഡിസൈഡ് ചെയ്യാണ് ഈ ഒരു എലിസബത്ത് എന്ന് പറഞ്ഞൊരു ജന്മം എടുക്കേണ്ടത് എന്തൊക്കെ കർമ്മകൾ ചെയ്ത് തീർക്കാനാണ്. സോ ദാറ്റ് എൻ്റെ മുൻജന്മത്തിലെ ബാഡ് കർമ്മകളെ എനിക്ക്, അതായത് എലിസബത്തിന് ക്ലിയർ ചെയ്ത് കർമ്മ കുറയ്ക്കാനും അതുപോലെ നല്ല കർമ്മം കൂട്ടാനും. ഇതാണ് ഒരു സോളിൻ്റെ ഓരോ ജന്മത്തിലെയും ഒരു എക്സ്പെരിമെൻറ്റേഷൻ. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് ഇന്നൊരു ക്യാരക്ടർ വേണമെന്ന് അവിടെ സോള് ഡിസൈഡ് ചെയ്യാണ്. എലിസബത്തിന്റെ സോളാണ് ഡിസൈഡ് ചെയ്യുന്നത്. ആ സോള് അവിടെ എങ്ങനെ ഒരു അമ്മയെ ലഭിച്ചാൽ, എങ്ങനെ ഒരു അച്ഛനെ ലഭിച്ചാൽ എനിക്ക് ഈ ക്യാരക്ടേഴ്സ് ഉണ്ടാകും, ഈ ഗുണങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ഗുണങ്ങൾ ഉണ്ടാകണം, അതിനോട് ഒത്തു നിൽക്കുന്ന, ഞാൻ അത് ഒരുപോലെ എന്ന് ഞാൻ പറയില്ല, ചിലപ്പോൾ വിഭിന്നവുമാവാം, പക്ഷെ ആ വിഭിന്നമായ ഇൻഡിവിജ്വാലിറ്റി ആണ് ഞാൻ എന്ന് തിരിച്ചറിയുന്നത് ഒരു പ്രായം കഴിഞ്ഞാവാം. അതെ. അപ്പോൾ ആ അമ്മയും അച്ഛനിലൂടെയും നമ്മൾക്ക് വേണ്ട സാഹചര്യത്തെ ഒരുക്കാൻ വേണ്ടിയിട്ട് ഈ ആത്മാവ് ഒരു ലൈഫ് ചൂസ് ചെയ്യാണ്, അമ്മയും അച്ഛനും ചൂസ് ചെയ്യാണ്. പലപ്പോഴും ഓരോ വ്യക്തികൾ വിവാഹം കഴിയുന്നത് അവര് വിചാരിക്കുക അവർ മാനിഫെസ്റ്റ് ചെയ്തു എന്ന്. അതെ, സത്യമാണ്. പക്ഷെ അവരുടെ മാനിഫെസ്റ്റേഷൻ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കാൻ എവിടെയോ ഇരുന്ന് അവരുടെ മക്കളായിട്ട് ജനിക്കാൻ പോകുന്ന ആത്മാവിന്റെ പ്രാർത്ഥനയും സെലക്ഷനും ഉണ്ടെന്ന് പറഞ്ഞാലോ. ഓക്കെ, വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണല്ലേ. അതെ അതെ. പക്ഷെ ഇങ്ങനെ ഒരു സോളിന് ജനിക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മ, ചൂസ് ചെയ്തു. ഇനി ഈ അമ്മയ്ക്ക് വേണ്ട ഒരു ഹസ്ബൻഡ് വേണം, അല്ലേ, എനിക്ക് വേണ്ട ഒരു അച്ഛൻ വേണം. അപ്പോൾ ആ അമ്മ കണ്ടെത്തുന്നതിന് മുൻപ് ചിലപ്പം ഈ കുട്ടിയുടെ ആത്മാവ് കണ്ടെത്തിയിട്ടുണ്ടാവാം. കാര്യം ഞാൻ ഇങ്ങനെ ഒരു ക്യാരക്ടറായിട്ടാണ് ജനിക്കേണ്ടത്, ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് എനിക്ക് വേണ്ടത്. അപ്പൊ ഏതൊരു അച്ഛനിൽ നിന്ന് ഈ അമ്മയോട് ചേർന്നാൽ എനിക്ക് ഈ ഒരു സ്വഭാവ രൂപീകരണത്തിലേക്ക് എത്താൻ പറ്റും, ഒരു ജീവിത സാഹചര്യം ഒരുക്കാൻ പറ്റും. അപ്പൊ നമ്മളുടെ ആത്മാവ് ഡിസൈഡ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കും, വളരെ ധനികനായിട്ട് ജനിക്കുന്ന ഒരു വ്യക്തിയുമുണ്ട്, പാവപ്പെട്ടവനായിട്ട് ജനിക്കുന്നവനും ഉണ്ട്. അപ്പൊ എന്തുകൊണ്ട് ധനികനായിട്ട് ജനിക്കാൻ മാനിഫെസ്റ്റ് ചെയ്തുകൂടാന്ന്. അവിടെയാണ് ആ നമ്മുടെ ആത്മാവിന്റെ കർമ്മങ്ങള് നമ്മുടെ മനുഷ്യൻ ചിന്തിക്കുന്ന യൂണിവേഴ്സൽ ജസ്റ്റിസ് എന്ന തലത്തിനും അതീതമാണെന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ടാരോ കാർഡിൽ എങ്ങനെയാണ് അത് തെളിയുന്നത്? ടാരോ കാർഡ്സിന്റെ ടെക്നിക്ക് നമ്മൾ ആസ്ട്രോളജി പറയുന്നത് പോലെ തന്നെ കാർഡ്സിന്റെ 78 കാർഡ്സ് ഉണ്ട്. അതിന്റെ ടെക്നോളജി പഠിക്കുക. അത് ശരിക്കും നമുക്കത് ഒരാള് ഇപ്പം ശില്പയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റും കാർഡ് നോക്കിയിട്ട്. ഞാൻ അങ്ങനെയാണ് ഗൈഡൻസ് കൊടുക്കുന്നത് ആൾക്കാർക്ക്. അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഈ പാസ്റ്റ് ലൈഫിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനൊരു സജഷനോ അല്ലെങ്കിൽ അതിന് എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു സജഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി ഗൈഡൻസിനാണ് വരുന്നത്. നമ്മൾ റൂട്ട് കോസ് എടുക്കും ആദ്യം, എന്നിട്ട് അതിന് വേണ്ട സൊല്യൂഷൻസ് കൊടുക്കും.